ഏറ്റവും പ്രധാനമായി ഇന്ന് സംഭവിച്ച നിർണായക നിമിഷങ്ങൾ സുപ്രീം കോടതിയിൽ നടന്ന നാടകീയ നീക്കങ്ങൾ. ജനനായകൻ സിനിമയുമായി ബന്ധപ്പെട്ട് ആരാധകരൊട്ടാകെ കാത്തിരുന്നത് ഈ സിനിമയ്ക്ക് റിലീസ് സുപ്രീം കോടതിയെങ്കിലും അനുവദിച്ച് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആരാധകർക്ക് മുന്നിലേക്ക് സുപ്രീം കോടതിയുടെ വക തിരിച്ചടി. നിർമ്മാതാവ് KVN പ്രൊഡക്ഷൻസ് വെങ്കട് കെ നാരായണന് കിട്ടിയത് ഏറ്റവും വലിയ തിരിച്ചടിയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന്. സുപ്രീം കോടതി ചോദിച്ചത് ഒരു ചോദ്യമാണ്, ഏറ്റവും പ്രസക്തമായ ഒരു ചോദ്യം. എന്തിനാണ് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് എന്നുള്ളതാണ് സുപ്രീം കോടതി ചോദിച്ചത്. ഹൈക്കോടതിയിൽ പരിഗണിക്കുന്ന കേസ് ഡിവിഷൻ ബെഞ്ച് 21-ാം തീയതി കേൾക്കാമെന്ന് പറഞ്ഞ കേസ്. നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നിട്ട് ഹർജി തന്നിട്ട് ഞങ്ങൾ റിലീസ് ചെയ്യാൻ ഞങ്ങൾ അനുവദിച്ചു തരണമെന്ന് സുപ്രീം കോടതിയുടെ മുമ്പിൽ പറയുന്നത്? ഡിവിഷൻ ബെഞ്ച് 21-ാം തീയതി പരിഗണിക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേസ് നിങ്ങൾ സുപ്രീം കോടതിയിൽ വന്നിട്ട് നിങ്ങൾ പറയുകയാണ് ഇത് റിലീസ് ചെയ്യണമെന്ന്. സുപ്രീം കോടതി പറഞ്ഞൊരു കാര്യമാണ്. ഇത് ദീപാങ്കർ ദത്ത അധ്യക്ഷനായ 2-അംഗ ബെഞ്ചാണ് സുപ്രീം കോടതിയിൽ ഈ കേസ് പരിഗണിച്ചത്. ഹർജിക്കാരനായ KVN പ്രൊഡക്ഷൻസിന്റെ നിർമ്മാതാവായ വെങ്കട് കെ നാരായണന് വേണ്ടി ഹാജരായത് മുകുൾ റോത്തഗിയാണ്. അപ്പോൾ മുകുൾ റോത്തഗി ഇത് വാദിക്കുമ്പോൾ പോലും മുകുൾ റോത്തഗിയോട് സുപ്രീം കോടതി ചോദിക്കുന്നത് എന്തിനാണ് ഇത്ര ധൃതി? 21-ാം തീയതി കേൾക്കാമെന്ന് ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിരിക്കുകയല്ലേ. നിങ്ങൾ ഡിവിഷൻ ബെഞ്ചിൽ പോയിട്ട് തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കൂ. നിങ്ങൾ ഹൈക്കോടതി, ഇത് മദ്രാസ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൽ പോയിട്ട് തന്നെ തീരുമാനം ഉണ്ടാക്കൂ. ഇവിടെ ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ് സുപ്രീം കോടതി ഓടിച്ചു വിട്ടു. ഈ ഓടിച്ചു വിട്ടു എന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്. അത് തന്നെയാണ് പറയുന്നത്. കാരണം ആ ഹർജി തള്ളുകയായിരുന്നു സുപ്രീം കോടതി. വിജയ് ആരാധകർക്ക് ഇത് വിഷമം ഉണ്ടാക്കും. പക്ഷേ നടന്നതുപോലെ തന്നെ പറയണമല്ലോ. ഓടിച്ചു വിടുകയായിരുന്നു KVN പ്രൊഡക്ഷൻസിനെ. നിങ്ങൾ ഹൈക്കോടതി തന്നെ പോയിക്കോ, ഇവിടെ ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞു. നേരെ മറിച്ച് മുകുൾ റോത്തഗി അഭിഭാഷകനാകുമ്പോൾ മുകുൾ റോത്തഗി പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്. അതായത് എൻ്റെ കക്ഷിയായ നിർമ്മാതാവിന് ഒരുപാട് നഷ്ടങ്ങൾ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. കാരണം ഇത് എത്ര നേരത്തെ തന്നെ സർട്ടിഫിക്കേഷൻ തരുമെന്ന് പറഞ്ഞ് വാക്കാൽ പറഞ്ഞിരുന്നതാണ്. അതിനുശേഷം ഇത് തരാമെന്ന് പറഞ്ഞിട്ട് തന്നില്ല. അതിനുശേഷം പിന്നെ കേസായി, കോടതിയായി, ഇതിങ്ങനെ നീണ്ടു പോയി. 9-ാം തീയതി ജനുവരി 9-ാം തീയതി റിലീസ് ചെയ്യേണ്ടിയിരുന്ന സിനിമയാണ്. ആ സിനിമ റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞ് ഉറപ്പിച്ച് 5000 തിയേറ്ററുകൾക്കോളം ഉറപ്പ് കൊടുത്തു. അത് പലരിലും അഗ്രിമെന്റ് ഉൾപ്പെടെ സൈൻ ചെയ്തു. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ്. ഏകദേശം 100 കോടിയുടെ അടുപ്പിച്ച് വരും ഇതിന്റെ നഷ്ടം എന്ന് പറയുന്നത് വെങ്കട് കെ നാരായണൻ. കാരണം ഈ പോസ്റ്റേഴ്സ്, ഹോർഡിങ്സ് എല്ലാത്തിലും ജനുവരി 9 അടിച്ചിട്ടേക്കുന്നത്. നമ്മൾ ഇന്ന് റോഡിൽ ഇറങ്ങിയാൽ പോലും ജനനായകന്റെ പോസ്റ്റേഴ്സിൽ 9-ാം തീയതി എന്ന് പറഞ്ഞാൽ കൊടുത്തേക്കുന്നത്. കാരണം ഇപ്പോഴും അവർക്ക് റിലീസ് ചെയ്തിട്ടില്ല, കോടതി നിൽക്കല്ലേ കേസ്. അപ്പോൾ ഇങ്ങനെ വലിയ നഷ്ടമുണ്ട്. പലയിടത്തും അഡ്വർടൈസ്മെന്റ്സ് പോലും കൊടുക്കാൻ പറ്റത്തില്ല. സിനിമയുടെ ഇമ്പാക്ട് നഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. കാരണം ഇതിങ്ങനെ മാധ്യമങ്ങൾക്ക് മുന്നിലും മീഡിയയ്ക്ക് മുന്നിലും ഇങ്ങനെ ജനങ്ങളുടെ മുന്നിലേക്ക് ഇങ്ങനെ റിലീസ് ഡേറ്റ് പറഞ്ഞ് ജനനായകൻ എന്ന് പറഞ്ഞ് നിൽക്കണ്ടേ. ഇതിപ്പോൾ അങ്ങനെ ഒരു റിലീസ് ഡേറ്റ് എന്ന് പറഞ്ഞ പരിപാടി ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഒരു വലിയ തിരിച്ചടി കിട്ടുമോ എന്നുള്ള ചോദ്യം. പിന്നെ വേറെ 2 കാര്യങ്ങൾ കൂടി മുകുൾ റോത്തഗി പറഞ്ഞു. അതായത് ഒന്ന്, ഈ സിനിമ പൊങ്കൽ റിലീസ് ചെയ്യേണ്ടിയിരുന്നതാണ്. തമിഴ്നാടിൻ്റെ ഉത്സവമാണ്, ആഘോഷമാണ്. 5 ദിവസത്തോളം അവർക്ക് അവധിയാണ്. ആ 5 ദിവസം തന്നെ കൃത്യമായിട്ട് തന്നെ പൊങ്കൽ ആഘോഷിക്കുന്ന തമിഴർ തിയേറ്ററിൽ വന്ന് ആഘോഷിക്കും. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്ന് ജീവയുടെ ഒരു സിനിമ ഇറങ്ങി, ഇന്നലെ കാർത്തിയുടെ വാവാത്തിയർ ഇറങ്ങി, പിന്നീട് തമിഴ്നാട്ടിൽ തന്നെ പരാശക്തി ഇറങ്ങി 10-ാം തീയതി. അങ്ങനെ പൊങ്കലിന് തമിഴ് സിനിമകൾ കൂടുതലായി ഇറങ്ങും. അപ്പോൾ അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും കാത്തിരിക്കുന്നതും ഒരു വിജയ് സിനിമയാണ്. അപ്പോൾ അത് പൊങ്കൽ റിലീസ് ചെയ്യേണ്ടിയിരുന്നു. പോയിന്റ് നമ്പർ 1. 2, ഇനി അങ്ങോട്ട് റിലീസ് ഡേറ്റ് വൈകുകയാണെങ്കിൽ ഇനി അങ്ങോട്ട് സ്കൂളായി, പഠിത്തമായി, എക്സാംസായി. അപ്പോൾ കുട്ടികൾക്ക് ഈ സിനിമ കാണാൻ വരാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. കുട്ടികൾ വന്നില്ലെങ്കിൽ മാതാപിതാക്കളും വരാതിരിക്കാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ വീണ്ടും ഗണ്യമായൊരു കുറവ് തിയേറ്റേഴ്സിൽ സംഭവിക്കാം. ഫാൻസൊക്കെ ഉണ്ടാവും. ഞാൻ പറഞ്ഞാൽ ഒരു ഫാമിലി ഓഡിയൻസിൻ്റെ പെർസ്പെക്റ്റീവ്, അതൊരു വലിയ കണക്കാണ്, വലിയൊരു ഓഡിയൻസ് ആണല്ലോ. അപ്പോൾ അതൊക്കെ സംഭവിക്കാമെന്നൊക്കെ പറഞ്ഞ് വലിയൊരു നഷ്ടത്തിലേക്ക് ഈ സിനിമ പോകാം എന്നതാണ് പറഞ്ഞത്. അപ്പോൾ ഈ കോടതി പറയുന്നത് നിങ്ങൾ നഷ്ടത്തിൽ പോയില്ലാതിരിക്കുന്നതിനെ പറ്റി അല്ലല്ലോ ഇവിടെ സംസാരം. എന്തിനാണ് ഇത്ര വേഗത, ഇത്രയും ഫാസ്റ്റായിട്ട് ഇങ്ങനെ മൂവ് ചെയ്യേണ്ട ആവശ്യം എന്തോന്നാണ്? അവിടെ 21-ാം തീയതി കൃത്യമായിട്ട് ഡിവിഷൻ ബെഞ്ച് കേൾക്കാമെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കേസ് സുപ്രീം കോടതിയിൽ വന്നിട്ട് നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവ് തള്ളിക്കൊണ്ട് സിനിമ റിലീസ് ചെയ്യാമെന്ന് സുപ്രീം കോടതി പറയണമെന്നാണോ? അത് നടക്കുന്ന കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നിർമ്മാതാവിൻ്റെ ഹർജി തള്ളുന്നതിനേക്കാൾ ഉപരി കൃത്യമായ വിമർശനം കൂടി സുപ്രീം കോടതി ഈ നിർമ്മാതാവിന് നേരെ ഉന്നയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ നിർമ്മാതാക്കൾ തന്നെ പലപ്പോഴായി ഈ ആരാധകരുടെ മുന്നിൽ വന്ന് പറയുന്ന കാര്യം, ഞങ്ങൾക്ക് ഇനിയൊന്നും ചെയ്യാനല്ല, ഞങ്ങളുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോയി കോടതിയിൽ കേസ് നിൽക്കുകയാണെന്ന് പറയുമ്പോൾ പോലും ഇത് ആരാധകരെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രമായിട്ട് സുപ്രീം കോടതിയിലേക്ക് പോയതാണോ എന്നൊരു ചോദ്യം കൂടിയുണ്ട്. പക്ഷേ കാരണം സുപ്രീം കോടതി പോയി കഴിഞ്ഞാൽ ഇത് തന്നെയായിരിക്കും കാര്യം നടക്കാൻ പോകുന്നത് എന്നുള്ളത് നിർമ്മാതാക്കൾക്ക് നന്നായിട്ടറിയാം. മുകുൾ റോത്തഗി എന്ന അഭിഭാഷകൻ നന്നായിട്ടറിയാം. കാരണം ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കാനിരിക്കുന്ന കേസാണ്. അവിടെ നിന്ന് തള്ളിയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് സുപ്രീം കോടതിയിലേക്ക് പോകുമ്പോഴേക്കും അതിനകത്തൊരു ന്യായമുണ്ട്. ഇതിപ്പോൾ 21-ാം തീയതി എന്ന് പറയുന്നത് കുറച്ച് നീണ്ടുപോയി. 9-ാം തീയതിയാണ് റിലീസ് ചെയ്യേണ്ടിയിരുന്നത്. 21-ാം തീയതി ഇത് കേൾക്കുകയുള്ളൂ. ഡിവിഷൻ ബെഞ്ച് 21-ാം തീയതി കേൾക്കാമെന്നേ പറഞ്ഞിട്ടുള്ളൂ. 21-ാം തീയതി വിധി പറയുന്നത് പലർക്കും ഒരു ധാരണയുണ്ട്, അത് തെറ്റിദ്ധാരണയാണ്. 21-ാം തീയതി വിധി വന്നാലായി. പക്ഷേ 21-ാം തീയതി ഡിവിഷൻ ബെഞ്ച് ഈ കേസുമായി ബന്ധപ്പെട്ട് ഹിയറിംഗ് നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഹിയറിംഗ് അവിടെ ഉണ്ടാവുള്ളൂ, വേർഡിക്റ്റ് എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ 21-ാം തീയതി ഇത് കേട്ടിട്ട് ഇനി എന്തായിരിക്കും വിധി, അതിനി എന്തായിരിക്കും എന്ന് പറയുമ്പോൾ വീണ്ടും കാത്തിരിക്കേണ്ടി വരും. ഇനി വേറെ പ്രശ്നം കൂടിയുണ്ട്. തമിഴ്നാട്ടിൽ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം കുളമാവും. അതായത് ഈ സിനിമ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റിലീസ് ചെയ്യാൻ പറ്റില്ല. ഈ സിനിമ ഉണ്ടാക്കിയത് തന്നെ
വിജയുടെ അവസാനത്തെ സിനിമ എന്നുള്ളതാണ്. ഈ അവസാനത്തെ സിനിമയാകുമ്പോൾ തന്നെ വിജയ് ഈ വർഷം രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ പോവുകയാണെന്നുള്ളത് ഞാൻ ഇനി പ്രത്യേകം പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. 2026 തമിഴ്നാട് ഇലക്ഷൻസിൽ വിജയ് തമിഴക വെട്ടിക്കഴകത്തിൻ്റെ പാർട്ടി അധ്യക്ഷനായിട്ട് തന്നെ ഇവിടെ വന്ന് മത്സരിക്കാൻ ഇറങ്ങും. അപ്പോൾ ഈ സിനിമയ്ക്കകത്ത് പോളിറ്റിക്സ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട സംസാരിക്കുന്നത്. വിജയുടെ രാഷ്ട്രീയം ഈ സിനിമയിൽ സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ എലക്ഷൻ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ സിനിമയ്ക്ക് ഇറക്കാൻ പറ്റത്തില്ല, സിനിമ ഇറക്കാൻ പറ്റില്ല. പിന്നെ സിനിമ ഇറക്കണമെങ്കിൽ ഇലക്ഷൻ കഴിയണം. ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഈ സിനിമ ഇറക്കാൻ വിജയ്ക്ക് പോലും ആഗ്രഹം ഉണ്ടാവില്ല. കാരണം ഈ ഇലക്ഷൻ്റെ വോട്ട് പോലും തീരുമാനിക്കുന്നതിനുള്ള പല ഘടനകൾ വിജയ് ഈ സിനിമയ്ക്കകത്ത് ഒരുക്കിയിട്ടുണ്ടെന്നുള്ളതാണ് ഇൻസൈഡ് റിപ്പോർട്ടുകൾ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇലക്ഷന് ഇറക്കി കഴിയേണ്ട കാര്യമില്ല. കാരണം ഇതൊരു സാധാരണ സിനിമയല്ല, ഇതൊരു പൊളിറ്റിക്കൽ സിനിമയാണ്. സോ ഇത് വളരെ വേഗം റിലീസ് ചെയ്യേണ്ടത് ഈ നിർമ്മാതാക്കളെക്കാൾ ഉപരി വിജയ്ക്കും വലിയൊരു ആവശ്യം കൂടിയാണ്. പക്ഷേ വിജയ് ഇപ്പോൾ അതിനെപ്പറ്റിയൊന്നും ധാരണയില്ല. എനിക്ക് തോന്നുന്നു വിജയ് ഇപ്പോൾ എക്സിൽ ഹാപ്പി പൊങ്കൽ എന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഒരു പക്ഷേ ഈ സിനിമയുടെ റിലീസൊന്നും വിജയ് ബാധിക്കുന്നില്ലായിരിക്കാം. അതൊക്കെ ചുമ്മാ പുറമേ എന്നുള്ളത് മാത്രമാണ് വിജയ് നല്ലോണം ബാധിക്കുന്നുണ്ടെങ്കിൽ പോലും അങ്ങനൊരു ഇമേജാണ് വിജയ് പുറത്തു കൊണ്ടുവരുന്നത്. മാത്രമല്ല CBIയുടെ ചോദ്യം ചെയ്യലിന് വിജയ് പോയിരുന്നു. അതിന് 7 മണിക്കൂറോളം ചോദ്യം ചെയ്തു. 35 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ വിജയോട് ചോദിച്ചിരുന്നു. അവിടെ വിജയ്ക്ക് കൃത്യമായി മറുപടി പറയാൻ സാധിച്ചു. പക്ഷേ പിന്നീട് നാട്ടിലേക്ക് വരണം, പൊങ്കൽ ആഘോഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് 2ാമത്തെ ദിവസം ചോദ്യം ചെയ്യാനിരുന്നത് മാറ്റിവെച്ചു. അങ്ങനെ കാര്യങ്ങൾ ഒരു വശത്ത് നടക്കുന്നുണ്ട്. മറുവശത്ത് ഇവിടെ സുപ്രീം കോടതിയുടെ കാര്യങ്ങൾ നടക്കുകയാണ്. CBI സുപ്രീം കോടതി എന്നെ നടുക്ക് വിജയ് എന്നുള്ളതാണ്. നേരെ മറിച്ച് ഇവിടെ രാഷ്ട്രീയ നേതാക്കൾ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ മിസ്റ്റർ മോദി എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു എക്സിൽ പോസ്റ്റ് ഇട്ടിരുന്നു. അതിൽ മോദിക്ക് കൃത്യമായ വിമർശനം രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നു. സിനിമയ്ക്ക് മേൽ നിങ്ങൾ ഇമ്പോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യമൊന്നും തമിഴ്നാട്ടിൽ ചിലവാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പോസ്റ്റ് ഇട്ടിരുന്നു. രാഹുൽ ഗാന്ധി ആദ്യമായിട്ടല്ല വിജയ് സിനിമയ്ക്ക് വേണ്ടി പോസ്റ്റ് ഇടുന്നത്. മെർസൽ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടും രാഹുൽ ഗാന്ധി 2017 വിജയ്ക്ക് വേണ്ടിയിട്ട് പോസ്റ്റ് ഇട്ടിരുന്നു. അന്നും മിസ്റ്റർ മോദി എന്ന അഭിസംബോധന ചെയ്തുകൊണ്ട് മോദിക്ക് തക്കതായ താക്കീത് നൽകിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധി ആ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊരു രാഷ്ട്രീയമായിട്ടൊരു അലയൻസ് എന്ന് വേണ്ടി മാത്രമായിട്ട് വിളിക്കാൻ സാധിക്കില്ല. ഒരുപക്ഷെ രാഹുൽ ഗാന്ധി ഈ പോസ്റ്റ് ഇട്ടപ്പോഴേക്കും പലരും പറയുന്നത് തമിഴക വെട്ടിക്കഴകം കോൺഗ്രസുമായിട്ട് അലയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് രാഹുൽ ഗാന്ധി നടത്തുന്ന ഒരു തേർഡ് റേറ്റ് സ്ട്രാറ്റജി എന്ന് പോലും പലരും വിളിച്ചിരുന്നു. പക്ഷേ അത് അങ്ങനെയായിട്ട് കൂട്ടാൻ കഴിയില്ല. കാരണം 2017 TVക്ക് എന്താണെന്നോ വിജയ് രാഷ്ട്രീയ നേതാവ് ആകുമോ എന്ന് പോലും അറിയുന്നതിന് മുമ്പ് കൃത്യമായി രാഹുൽ ഗാന്ധി മോദിക്ക് നേരെ വിമർശനം ഉന്നയിച്ചിരുന്നു മെർസൽ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ട് അതിനൊരു TVK കോൺഗ്രസ് അലയൻസിൻ്റെ ഭാഗമായിട്ട് രാഹുൽ ഗാന്ധി വിജയ്ക്ക് വേണ്ടി വാദിച്ചതാണെന്ന് പറയുന്നവരുടെ മുന്നിലേക്ക് ഒരു തെറ്റായ ധാരണ മാത്രമാണത്. മാത്രമല്ല ഇനി TVK ഏതെങ്കിലും പാർട്ടിയുമായി അലയൻസ് നടത്തുമോ എന്നറിയില്ല. TVK BJPയും തമ്മിൽ സഖ്യം ചേരുമോ എന്നതറിയില്ല. കാരണം അതിനു വേണ്ടിയിട്ടാണോ ഇപ്പോൾ നടക്കുന്ന ഈ കളികളൊന്നും അറിയില്ല. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ രാഷ്ട്രീയമായിട്ട് നിൽക്കുന്നതിനിടയിലാണ് സിനിമയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി ഇങ്ങനൊരു വിധി കൂടി പുറത്തു വരുന്നത്. വിധിയല്ല, ആ പാടെ തന്നെ ആ ഹർജി തള്ളുകയാണ് ചെയ്തത്. അതുകൊണ്ട് നിർമ്മാതാവിന് കനത്ത തിരിച്ചടിയാണ്. അപ്പോൾ ഇതൊരു ചെറിയ തിരിച്ചടിയല്ല, സുപ്രീം കോടതിയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഡിവിഷൻ ബെഞ്ചിൽ 21-ാം തീയതി ഇത് പരിഗണിക്കാനിരിക്കുകയാണ് സുപ്രീം കോടതിയിലേക്ക് പോയത്. അപ്പോൾ ഹൈക്കോടതി പറയുന്നതിന് മുമ്പ് തന്നെ സുപ്രീം കോടതി, ഇപ്പോൾ ഹൈക്കോടതി ഒരു വിധി പറഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾക്ക് സുപ്രീം കോടതിയിലേക്ക് പോകാം, അത് വിഷയമില്ല. ഇത് ഹൈക്കോടതി പറയുന്നതിന് മുമ്പേ തന്നെ ഇത് വേഗം തീർപ്പാക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് സുപ്രീം കോടതിയിലേക്ക് പോകുന്നത്. അവിടെ സുപ്രീം കോടതി തിരിച്ച് ഓടിച്ചു വിടുകയും ചെയ്തു. അപ്പോൾ അവിടെയാണ് ഇതൊരു വലിയ പ്രശ്നമായിട്ട് വിജയ് ആരാധകർക്ക് നിൽക്കാൻ പോകുന്നത്, ഇതൊരു വലിയ പ്രശ്നമായിട്ട് ഈ സിനിമയ്ക്ക് നിൽക്കാൻ പോകുന്നത്. കാരണം ഇനി 21-ാം തീയതി കേട്ടിട്ട് ഇനി എന്താണ് അവരുടെ തീരുമാനമെന്ന് അറിയില്ല. അപ്പോൾ ഇങ്ങനൊരു പ്രതിസന്ധിയിൽ നിൽക്കുകയാണ് ജനനായകൻ എന്ന സിനിമ എന്നത് പറയാതിരിക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു വലിയ പ്രതിസന്ധിയിലൂടെ മുന്നോട്ട് പോവുകയാണ് സിനിമ. അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്താണ് ഈ നിർമ്മാതാക്കളുടെ അടുത്ത നീക്കം? ഇനി ഒന്നും ചെയ്യാനില്ല, വിണ്ടായിട്ടിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. കാരണം ഇനിയൊരാഴ്ച ഉണ്ട്. ഇന്ന് 15, ഇനി 21, ഒരാഴ്ച കൃത്യമായിട്ടുണ്ട്. ഈ ഒരാഴ്ച നിർമ്മാതാക്കൾക്ക് ഒന്നും ചെയ്യാനില്ല, ഒന്നും ലിറ്ററലി പറഞ്ഞ് ഒന്നും ചെയ്യാനില്ല. നിങ്ങൾ 9-ാം തീയതി തൊട്ട് 15-ാം തീയതി വരെ പല കാര്യങ്ങൾ കണ്ടു അല്ലേ? 9-ാം തീയതി രാവിലെ ജസ്റ്റിസ് PT ആശയുടെ സിംഗിൾ ബെഞ്ച് ഈ സിനിമ റിലീസ് ചെയ്യാമെന്ന് പറയുന്നു. തൊട്ടടുത്ത് പിന്നാലെ CBFC അതിന് ഹർജിയായിട്ട് മുന്നോട്ട് പോയി ഡിവിഷൻ ബെഞ്ചിലേക്ക് പോയപ്പോഴേക്കും ഡിവിഷൻ ബെഞ്ച് ഈ റിലീസ് സ്റ്റേ ചെയ്തു. അതിനുശേഷം പിന്നെ സുപ്രീം കോടതിയിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് കണ്ടത്. സുപ്രീം കോടതി ഈ കേസ് ലിസ്റ്റ് ഔട്ട് ചെയ്തത് ഇന്നാണ്. ഇന്ന് 15-ാം തീയതി ലിസ്റ്റ് ഔട്ട് ചെയ്തതിനു ശേഷം സുപ്രീം കോടതി തള്ളിക്കളഞ്ഞു. ഇതാണ് നമ്മൾ 9 തൊട്ട് 15-ാം തീയതി വരെ കണ്ടിരിക്കുന്ന കാഴ്ച എന്ന് പറയുന്നത്. ഇതിനിടയിൽ നിർമ്മാതാക്കൾ ആരാധകരോട് മുന്നിൽ വന്നിട്ട് മാപ്പ് അപേക്ഷിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. വിജയ് ഇതിനിടയിൽ CBIയിൽ പോയിട്ട് ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുന്നത് കണ്ടു. ഇതെല്ലാം നമ്മൾ ഈ 9 തൊട്ട് 15 വരെ കണ്ടു. പക്ഷേ ഇന്ന് മുതൽ ഇനി അടുത്ത 21-ാം തീയതി വരെ ഒന്നും കാണാൻ സാധിക്കില്ല, ഒരു നീക്കവും ഉണ്ടാവില്ല. ഒരുപക്ഷെ ജനനായകൻ മാധ്യമങ്ങളിൽ പോലും നിറഞ്ഞു നിൽക്കില്ല. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനി ഒരു അപ്കമിങ്ങും നടക്കാൻ പോകുന്നില്ല. ഇനി അപ്കമിങ് നടക്കാനുണ്ടെങ്കിൽ അത് 21-ാം തീയതി നടക്കാൻ പോകുന്ന ഡിവിഷൻ ബെഞ്ചിൻ്റെ ഹിയറിംഗ് മാത്രമാണ്. അതിനിടയിൽ നിർമ്മാതാക്കൾക്ക് ഇനി ഒന്നും ചെയ്യാനില്ല. കാരണം ഹെൽപ്ലെസ്. നേരെ മറിച്ച് കോടതിയിലാണെങ്കിൽ കേസ് 21-ാം തീയതി കേൾക്കാമെന്ന് പറഞ്ഞിരിക്കുകയും ചെയ്യുകയാണ്. അത് കേൾക്കാമെന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്, വിധിയുമല്ല. അവിടെയാണ് ഈ പ്രശ്നം. ഈ ദിവസങ്ങൾ നീണ്ടു പോകുന്തോറും കൂടുതൽ നിർമ്മാതാക്കൾക്ക് അതനുസരിച്ച് നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നഷ്ടങ്ങൾ നികത്തുക എന്ന് പറയുന്നത് ചെറിയ പരിപാടിയുമല്ല. ഈ സിനിമയ്ക്ക് ഓവറോൾ ആയിട്ടൊരു അപ്പീലിംഗ് ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം BBC ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം വാസ്തവം തന്നെയാണ്. പക്ഷേ എന്നാൽ പോലും നിർമ്മാതാവിന് നിന്ന് നഷ്ടമാണ്. ഫ്രീ ആയിട്ട് പബ്ലിസിറ്റി പ്രൊമോഷനൊക്കെ സിനിമയ്ക്ക് കിട്ടുന്നുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷേ എന്നാൽ പോലും നിർമ്മാതാവിന് നഷ്ടമാണ്.
നിർമ്മാതാവിന് ഈ സിനിമ റിലീസ് ചെയ്യാൻ പറ്റാതെ നിൽക്കുന്ന ഓരോ ദിവസവും അതനുസരിച്ച് നഷ്ടങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു. കാരണം ഈ സിനിമ 9-ാം തീയതി റിലീസ് ചെയ്തിട്ട് അതനുസരിച്ചുള്ള കണക്കുകളായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ട് തിയേറ്റേഴ്സിൽ നിന്നും ട്രാക്കേഴ്സിൽ നിന്നും ഒക്കെ നിർമ്മാതാവ് എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെ നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ഇത്രയും വലിയൊരു ബഡ്ജറ്റ് സിനിമ 500 കോടിയോളം മുതൽ മുടക്കി 5000 തിയേറ്റേഴ്സുള്ള ഉറപ്പിച്ചിരിക്കുന്ന സിനിമയ്ക്ക് സ്വാഭാവികമായിട്ടും നഷ്ടങ്ങളുണ്ടാവും. ആ നഷ്ടങ്ങൾ ഇനി കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അതാണ് വെങ്കട് കെ നാരായണൻ സുപ്രീം കോടതിയിലേക്ക് പറഞ്ഞത്. പക്ഷേ സുപ്രീം കോടതി ഒന്നും കേൾക്കാതെ തന്നെ ഈ ഹർജി അങ്ങ് തള്ളിക്കളയുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ വിജയ്ക്കോ KVM പ്രൊഡക്ഷൻസിനോ ജനനായകനോ ഒന്നും ചെയ്യാനില്ല. 21-ാം തീയതി ഡിസ്ട്രിക്ട് കോടതി കേൾക്കുന്നത് വരെ മിണ്ടാതിരിക്കുക എന്നത് മാത്രമേ വിജയ് ചിത്രത്തിന് ഇനി മുന്നിലുള്ള ഒരേ ഒരു വഴി.